സർവശക്തനും സർവാധിപനുമായ ദൈവമായ കർത്താവേ, ഈ നല്ല നിമിഷത്തിനായിട്ട് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, ഞങ്ങളങ്ങേ സ്തോത്രം ചെയ്യുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയും കരുണയും ഇന്നയോളം ഞങ്ങളോട് കൂടിയിരുന്ന് ഞങ്ങളെ അനുഗ്രഹിച്ച് നടത്തി. അവിടുത്തെ കരുണകൾക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞാൻ അതിന് ചുറ്റും തീമതിലായിരിക്കും, ഞാൻ അതിൻ്റെ നടുവിൽ മഹത്വമായിരിക്കുമെന്ന് അരുളിച്ചത് സർവശക്തനായ ദൈവമേ, ഞങ്ങൾക്ക് ചുറ്റും തീമതിലായി അവിടുന്ന് കൂടെയുണ്ടല്ലോ, കാവലായി കൂടെയുണ്ടല്ലോ. ഇടക്കരുണകളെ ഓർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഇന്നുവരെയും നടത്തി നിൻ്റെ കരുണകൾക്കായി വീണ്ടും സ്തോത്രം കർത്താവ്. വീണ്ടും ഞങ്ങളെ അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്ന കർത്താവെ, അവിടുന്ന് ഞങ്ങൾക്ക് ചുറ്റും തീമതിലായില്ല എങ്കിൽ ദുഷ്ടൻ ഞങ്ങളെ തകർത്ത് കളയും. ദുഷ്ടൻ്റെ കയ്യിലെ പാവകളായി ഞങ്ങളെ വിട്ടുകൊടുക്കാൻ ഇടയാക്കരുതേ. സർവശക്തനായ ദൈവമേ, ഞങ്ങളുടെ കണ്ണ്, ഞങ്ങളുടെ ഹൃദയം, ഞങ്ങളുടെ കാത്, ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെല്ലാം അവിടുന്ന് നിയന്ത്രിച്ച് അങ്ങയുടെ മഹത്വത്തിൽ നിറഞ്ഞു നിൽപ്പാൻ തക്കവണ്ണം അവിടുന്ന് ഞങ്ങളെല്ലാവരും സഹായിക്കുമാറാകണമേ എന്ന് വിനയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ യാത്രയിൽ കൂടിയിരിക്കണമേ, ഞങ്ങളുടെ ജോലി കാര്യങ്ങളിൽ കൂടിയിരിക്കണമേ, ഞങ്ങളുടെ കൂടെ ജോലി ചെയ്യുന്നവരെ അനുഗ്രഹിക്കണമേ. ഞങ്ങൾ ജോലി ചെയ്യുന്ന സ്ഥാപനങ്ങൾ അനുഗ്രഹിക്കപ്പെടണമേ. പ്രത്യേകിച്ച് രോഗികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുന്ന നേഴ്സുമാരെ, ഡോക്ടേഴ്സിനെ ഞങ്ങളുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. സർവശക്തനായ ദൈവത്തിൻ്റെ കരുണ നിൻ്റെ കുഞ്ഞുങ്ങളോട് കൂടിയിരിക്കണം. അവിടുന്ന് തൊട്ട് സൗഖ്യമാക്കിയതുപോലെ നിൻ്റെ കുഞ്ഞുങ്ങൾ തൊടുമ്പോൾ നൽകുന്ന മരുന്നുകൾ സൗഖ്യത്തിന് കാരണമായി തീരുവാൻ, പൂർണ്ണ സൗഖ്യത്തിന് കാരണമായി തീരുവാൻ എൻ്റെ മക്കളെല്ലാവരും അവിടുന്ന് അനുഗ്രഹിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശാരീരികവും മാനസികവുമായ അസ്വസ്ഥത അനുഭവിക്കുന്ന എല്ലാ മക്കളെയും അവിടുത്തെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു. പ്രത്യേകിച്ച് കർത്താവെ, എൻ്റെ മക്കളുടെ വേദന അവിടുന്ന് എല്ലാം അറിയുന്നവനാണ്. കർത്താവെ, ഞങ്ങളൊന്നും അറിയുന്നില്ലേലും എല്ലാം അറിയുന്നവൻ, ആരോടും പറയാൻ കഴിയാതെ വേദന അനുഭവിക്കുന്നവർ, കർത്താവെ, പറഞ്ഞിട്ടും കേൾക്കാതെ മൈൻഡ് ചെയ്യാതെ പോകുന്ന ഒത്തിരി പേർ, ഒത്തിരി വേദന അനുഭവിക്കുന്നവരുണ്ട്. എല്ലാവരും നിൻ്റെ കരങ്ങളിൽ സമർപ്പിക്കും. എല്ലാവരെയും അനുഗ്രഹിക്കണമേ. പിതാവിൻ്റെയും പുത്രൻ്റെയും ജീവനുള്ള പരിശുദ്ധ റൂഹായുടെ നാമത്തിൽ തന്നെ ആമേൻ. ജന്മദിനം ആഘോഷിക്കുന്ന മക്കളെ ദൈവകൃപ കൊണ്ട് പൊതിയണം. വിവാഹ വാർഷികം ആഘോഷിക്കുന്ന മക്കളെ അനുഗ്രഹിക്കണം. എല്ലാവരെയും അനുഗ്രഹത്താൽ നയിക്കണമേ. ആമേൻ.